നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിൽക്ക്. നീ സ്കൂളിലെ പ്രിൻസിപ്പളായ കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നിനക്ക് ജോലി കിട്ടിയ കാര്യം ഞങ്ങളൊക്കെ അറിയണ്ടേ? അതൊരു സന്തോഷല്ലേ? സ്കൂളിൽ ജോലി കിട്ടിയെന്നോ? ആർക്ക്? അപ്പൊ ജോലി കിട്ടിയില്ലേ? പിന്നെ ഇത്രയും നേരം നീ എവിടെയായിരുന്നു? അല്ല, അത് പിന്നെ ജഗദീഷ് അവന്റെ ബിസിനസ് കാര്യത്തിനായി പല സ്ഥലത്തേക്കും പോകുന്ന സമയം നോക്കി നീ എന്നോട് പോലും പറയാതെ കറങ്ങി നടക്കുകയല്ലേ? അല്ലമ്മേ, അമ്മേ പറയേ, ഇത്രയും നേരം നീ എവിടെയായിരുന്നു? അത് അമ്മേ, ഞാൻ പിള്ളേരുടെ സ്കൂളിലേക്ക് തന്നെയാ പോയത്. ഈ വൈകുന്നേരം വരെയോ? അത് പിന്നെ സ്കൂളിലെ ആനിവേഴ്സറിയെ കുറിച്ചൊക്കെ ആലോചിക്കാൻ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്താ ആനിവേഴ്സറിയുടെ ചുമതല നിനക്കാണോ? അതല്ല, ഡാൻസുകളുടെ പാട്ടൊക്കെ സെലക്ട് ചെയ്യുന്നതേ ഞാനാ. ഓ, ഡാൻസ് ടീച്ചറും പേരുകേട്ട മ്യൂസിക് ടീച്ചറും ആ സ്കൂളിലുള്ളപ്പോ നീ അതെ മാലതി, കള്ളത്തരം പറയുമ്പോ അതിനും വേണ്ടി ഒരു ലോജിക്ക്. അമ്മേ, അല്ലമ്മേ, ഞാനൊരു ഡാൻസുകാരിയാണല്ലോ. നീ ഡാൻസുകാരിയ. കള്ളത്തരം പറഞ്ഞൊപ്പിക്കാൻ വേണ്ടി നീ കിടന്ന് വല്ലാതെ ഡാൻസ് കളിക്കുന്നു. ഞാനത് കാണുന്നുണ്ട്. അമ്മേ, അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്തോ ഒരു കള്ളത്തരമുണ്ട്. ഇതെന്താ? ഇത് ഇങ്ങടുത്തെ കാണട്ടെ. ഇതൊരു സാരിയാണല്ലോ. അമ്മേ, ഇത് സ്കൂളിലെ ഇൻട്രൊഡക്ഷൻ ഡാൻസിന് ഉടുക്കാൻ കുട്ടികൾക്ക് 25 സാരികൾ വേണം. ഞാൻ കടയിൽ കയറി സെലക്ട് ചെയ്ത സാമ്പിൾ സാരിയാ. ഇത്ര 25 വാങ്ങിക്കാൻ അവരോട് പറയാം. ഇതിനെന്താ വില? ഓ, 1300 രൂപയാ. 25 ഒരുമിച്ചെടുക്കുമ്പോഴേ 1000 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു. എത്ര രൂപ? അങ്ങനെ വരുമ്പോ 1000 രൂപ. സാരികള് മൊത്തമായി എടുത്ത് അതില് മ്യൂറൽ പെയിന്റ് ചെയ്യുന്ന എന്നോടാണോടി നിന്റെ കള്ളക്കളി? ഈ സാരിക്ക് ഒരെണ്ണത്തിന് 1,00,000 രൂപയെങ്കിലും വില വരും. ദാ, ഇതില് വിലയുണ്ടല്ലോ, 1,00,000 രൂപ. നീയും നിന്റെ ആങ്ങളെയും അച്ഛനും അമ്മയും ഒക്കെ നേരും നെറുവും ഉള്ളവരല്ല, വളഞ്ഞ വഴിയിലൂടെ നടക്കുന്നവരാ. അമ്മേ, ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകൻ ജഗദീഷിനെ എനിക്ക് പേടിയാ. നീ അവന്റെ മുമ്പിലെങ്ങാനും ഇതുപോലുള്ള കള്ളത്തരങ്ങൾ ഇനിയും കാട്ടിയ അവൻ നിന്റെ കൈയും കാലും ഒടിച്ചിവിടെ ഇടും. എന്നിട്ട് അവൻ നിനക്ക് ചെലവിന് തരും. അമ്മേ, 1000 രൂപയുടെ സാരി. ഇവളെയും കൊണ്ടല്ലാതെ വൈശാഖി ഈ മുറ്റത്തുനിന്ന് പോവില്ല. ഇവളുടെ അനുവാദം ഇല്ലാതെ നീ ഇവളുടെ ദേഹത്തെ തൊടില്ല. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. വരിങ്ങോട്ട് വരാൻ.
അത്രയ്ക്കാണോ? ദാ, പൊന്നും. എടാ. നിന്നെ തല്ലുമെടാ. വിടളിയാ. അയ്യേ, എന്തോ അളിയോടെ പ്രശ്നം? ദേ, ഇയാളെന്നെ തല്ലി. ആ, എന്തായാലും കാർത്തി എന്റെ കൊച്ചുമോനല്ലേ, വൈശാഖന്റെ കുഞ്ഞളിയൻ. ഞാനിപ്പോ ആരുടെ പ്രശ്നം നിൽക്കുക അല്ലേ മാലതി? ആ, വന്നേ, ചോദിക്കട്ടെ, കാർത്തിക്ക് നിന്നെ തല്ലാൻ എന്താ കാര്യം? ഞാൻ അവളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞേന്. ഏയ്, അതിനൊന്നും കാർത്തി അങ്ങനെ തല്ലൂലല്ലോ. ഇവളുടെ പെർമിഷൻ ഇല്ലാതെ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കാർത്തി പറഞ്ഞിട്ടുണ്ടാവും. ACP അങ്ങനെ തന്നെയാ പറഞ്ഞത് ചെറിയ. ആ, ഇത് കേട്ടല്ലോ. ഇയാളുടെ കൂടെ ഞാൻ പോവില്ല. ഇയാൾ അത്രയേറെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഓ, അപ്പൊ അതാണ് കാര്യം. ഇവക്ക് അളിയനെ വേണ്ട, ഇവിടെയും വേണ്ട. ആ, എങ്കിലും ഇവിടെ അഭയം ചോദിച്ചു വന്ന ഇവൾക്ക് ഇഷ്ടമില്ലാത്തൊരുത്തന്റെ കൂടെ ഞങ്ങൾ വിടത്തില്ല. അതല്ലേ മാലതി അതിന്റെ ന്യായം? അതാണ് ഞാൻ ജഗദീഷ് ചേട്ടാ. ആ, കേട്ടല്ലോ. ദേ, നിന്റെ നേർപ്പെങ്ങളും അങ്ങനെ തന്നെയാ പറയുന്നത്. അപ്പോ അതങ്ങനെ തന്നെ. പക്ഷേ ജഗദീഷ് അളിയന് വൈശാഖ് അളിയനോട് ചെറിയൊരു കണക്കുണ്ട്. ഇത് എന്റെ കുടുംബത്ത് കയറി മര്യാദകേട് കാണിച്ചതിന്, എന്റെ പൊന്നുമോൻ കാർത്തിയുടെ ഹൃദയം തകർത്തത്. താനെന്നെ തല്ലിയല്ലേ? ബലം പിടിക്കല്ലേ? തീർന്നിട്ടില്ല അളിയാ. ദാ, ഇത് നോക്ക്. അടുത്ത വെടി പൊട്ടുന്നത് നിന്റെ നെഞ്ചത്തോട്ടായിരിക്കും. ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ, ഇറങ്ങിപ്പോടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.